എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും വീട്ടിലിരുന്ന് മടുത്ത് കാണും അല്ലേ? അപ്പം നമുക്ക് വീട്ടിൽ വൈകുന്നേരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, കുറച്ച് സാധനങ്ങൾ വേണം. അപ്പം നമുക്ക് ഈസി സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പഴം വെച്ചിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് അവിലാണ് വേണ്ടത്. ഇത് വെള്ളത്തിൽ കഴുകി ഒന്ന് എടുത്തതാണ്. ഒരേ അളവിൽ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയും അതേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് റവയും 1 കപ്പ് തന്നെ. പിന്നെ വേണ്ടത് മൈദയും ആ ബൗളിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായി പഞ്ചസാര, അത്രയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 തരി ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇത്രയും ചേർത്ത് ഇനി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരേ അളവിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ചെറുതായാലും വലുതായാലും എങ്ങനെയായാലും. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല തിക്കിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക. അധികം ലൂസായി പോവരുത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. ഇത് മാറ്റി വെച്ച് പഴം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടിലാണ്, ചെറുങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇടാം, ഇല്ല കുറച്ചാണെങ്കിൽ അങ്ങനെ ഇടുക. എന്നിട്ട് ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്പൂണിൽ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കാം. കാരണം നമ്മൾ റവയൊക്കെ ഇട്ടത് കൊണ്ട് വെള്ളമൊക്കെ പിടിക്കുമ്പോൾ അതൊന്ന് തിക്കാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ആക്കി വെച്ചത്ര ലൂസ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതൊന്ന് ലൂസാക്കി എടുക്കാം. സ്നാക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല 2 ഭാഗവും നല്ലോണം ബ്രൗൺ നിറായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം.